You've been talking about patience, hoping forever like. Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു അർബൻ സ്റ്റൈൽ ടെക്സ്റ്റ് ട്രാൻസിഷൻ അങ്ങനെ വളരെ സിമ്പിളായിട്ട് Alightmotionൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഞാനിവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്രെയിം റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം നിങ്ങളൊരു പ്രൊജക്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ടെക്സ്റ്റിലേക്ക് വരിക. ടെക്സ്റ്റിലേക്ക് വന്ന ശേഷം നിങ്ങൾ എന്ത് ടെക്സ്റ്റിലാണോ ആ ഒരു ആനിമേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ടെക്സ്റ്റ് വന്ന് ഇതിൽ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ശേഷം കളർ വന്ന് ഞാൻ ഇപ്പോൾ വൈറ്റ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക, ഏതാണോ വെച്ചാൽ. ഞാനിപ്പോൾ വൈറ്റ് കൊടുത്ത് അതിനനുസരിച്ച് സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുക. സെൻറ്ററിലേക്ക് സെറ്റ് ചെയ്യുക, അതേപോലെ സൂം ചെയ്ത് നിങ്ങൾക്ക് വേണ്ട പൊസിഷനിലൊക്കെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് പറയുന്നത്, ടെക്സ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, എഫക്ട്സ് ആഡ് എഫക്ട്സിൽ വരിക. ഇവിടെ നമ്മൾ ടെക്സ്റ്റിൽ വരിക, ടെക്സ്റ്റ് ട്രാൻസ്ഫോം കൊടുക്കുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ദെൻ ഇവിടെ വന്നാൽ നമുക്ക് എറേസ് ഇൻ ഉണ്ടാവും, അത് നമ്മൾ 100% ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ആൽഫ എന്നുള്ളത് നമ്മൾ ഫുള്ളായി മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഓഫ്സെറ്റ് ഉണ്ടാവും. ഓഫ്സെറ്റിൽ വൈയുടെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യണം. വൈയുടെ വാല്യൂ ഒന്ന് 130 കറക്റ്റായി സെറ്റ് ചെയ്യുക. ഓക്കെ, 130 കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓഫ്സെറ്റിൻ്റെ വാല്യൂ. അതുപോലെ തന്നെ ഇവിടെ ലെയറിലായിരിക്കും ഉണ്ടാവുക, അത് നമ്മൾ കോമ്പണൻ്റ് ആക്കി കൊടുക്കുക. ദെൻ ഇവിടെ താഴെയായിട്ട് വന്നാൽ ഓവർലാപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓവർലാപ്പ് വന്ന് നമ്മൾ 20 സെറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് 20 ആക്കി കൊടുക്കുക ഇതേപോലെ. ഓക്കെ, ഇത്രയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ സ്റ്റാർട്ടിലേക്ക് വരിക. ഏറ്റവും മുകളിലായിട്ട് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ പറഞ്ഞാൽ 0 ആണ്, നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ അടുത്തൊരു കീ ഫ്രെയിം പറഞ്ഞാൽ 1.15 അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത ശേഷം അതിൻ്റെ വാല്യൂ നമ്മൾ 100 സെറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് 100 സെറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിൽ കൊടുക്കേണ്ട കർവ് പറഞ്ഞാൽ ഈ ഒരു 4ാമത്തെ കർവ് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു കർവ് നിങ്ങൾക്ക് എത്ര സ്പീഡിലാണോ ആ ഒരു ടെക്സ്റ്റിൻ്റെ ആനിമേഷൻ വരേണ്ടത് ആ ഒരു രീതിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. 4th കർവിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞാൽ ഇതാ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് ട്രാൻസിഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്ന് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫിൽ സ്ക്രീൻ കൊടുക്കുക. അതായത് നമ്മൾ എഡിറ്റ് ഷേപ്പിൽ വന്നിട്ട് വൈയുടെ വാല്യൂ, അതിന് മുമ്പ് നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പോസിറ്റിയിൽ പോയിട്ട് ജസ്റ്റ് ബ്ലെൻഡിങ് ഇതേപോലെ കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാർട്ടിലായിട്ട് വന്നാൽ നമുക്ക് ടെക്സ്റ്റ് കാണാൻ സാധിക്കും. ആ ഒരു പ്ലേസിലായിട്ട് വന്നിട്ട് വൈയുടെ വാല്യൂ നമ്മൾ ഇതേപോലെ കുറച്ച് കൊടുക്കുക, ആ ഒരു ടെക്സ്റ്റിന് കണക്കായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം ആ ഒരു ടെക്സ്റ്റിന് കണക്കായി സെറ്റ് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റി 100 ആക്കി കൊടുക്കുക. ദെൻ സെലക്ട് ഓൾ ലേയേഴ്സ് കൊടുത്തിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ആ ഒരു ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ദെൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ സെലക്ട് ചെയ്യുക, എഡിറ്റ് ഗ്രൂപ്പിൽ വന്ന ശേഷം നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ആങ്കർ എന്ന് എഴുതി ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കളർ ആൻഡ് ഫില്ല് വന്ന് നോ കളർ കൊടുക്കുക. ഓക്കെ, ദെൻ അഗെയിൻ ബാക്ക് വരിക, ബോർഡർ ആൻഡ് ഷാഡോയിൽ വന്നിട്ട് സ്ട്രോക്ക് എനേബിൾ ചെയ്യുക, അതിൻ്റെ കളർ വന്ന് വൈറ്റ് ആക്കി കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രെങ്ത്ത് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 5 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതേപോലെ ഒരു 5 കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരിക. ഞാൻ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണോ വേണ്ടത് ആ ഒരു രീതിക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അഗെയിൻ നമ്മൾ ആ ഒരു ലെയർ ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ വന്ന് ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 ലെയേഴ്സ്, അതായത് ഈ ഒരു നമ്മൾ സ്ട്രോക്ക് എനേബിൾ ചെയ്ത ആ ഒരു ലെയേഴ്സ് നമ്മൾ 10 സെക്കൻഡ്സ് മുതലാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു 2 ലെയർ 10 സെക്കൻഡിൽ വെച്ച് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം കറക്റ്റായിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ ആഡ് ചെയ്ത 2 ലെയർ 10 സെക്കൻഡ്സിൽ മുകളിലുള്ള 2 ലെയർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റിൽ വന്നാൽ നൾ ഒബ്ജക്റ്റ് ഉണ്ടാവും. നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്ത ശേഷം നമ്മൾ താഴെയുള്ള 3 ലെയറും നൾ 1 പാരൻറ്റ് ചെയ്യുക. ഈ ഒരു പോർഷനിൽ വരിക, നൾ 1 കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ ലെയർ സെലക്ട് ചെയ്യുക, നൾ 1 പാരൻറ്റ് ചെയ്യുക. അതുപോലെ മൂന്നാമത്തെ ലെയറും നൾ 1 ഇതേപോലെ പാരൻറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക വെച്ചാൽ നള്ള് സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫർ വന്ന ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ചെയ്തിച്ച് കൊടുക്കുക. ഒരു 5 അല്ലെങ്കിൽ 6% 6 ഡിഗ്രിയിലേക്ക് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അഗെയിൻ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, അത് 3 ഡോട്ടിലൊന്ന് ഫിൽ സ്ക്രീൻ ചെയ്തേപോലെ.
ദെൻ നമ്മൾ എഫക്ട്സ് ആഡ് എഫക്ട്സ് അതേഴ്സിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. ഇതിൽ നമ്മൾ വേവ് വാർപ്പ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ അത് വന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് വേവ് വാർപ്പിൽ വരിക. വേവ് വാർപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്പേസിങ്ങിൽ വന്നിട്ട് 20 ആയിരിക്കും ഉണ്ടാവുക, അത് ജസ്റ്റ് നമ്മൾ 21 ഇൻക്രീസ് ചെയ്യുക. 20 എന്നുള്ളത് ജസ്റ്റ് 21 ഇൻക്രീസ് ചെയ്യുക. അതുപോലെ അതിൻ്റെ താഴെ മാഗ്നറ്റ്യൂഡ് 3 ആയിരിക്കും ഉണ്ടാവുക, അത് നമ്മൾ ജസ്റ്റ് 4 സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ 4 സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഫേസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് വന്ന് നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ പറഞ്ഞാൽ 0.30 ഈ ഒരു റേഞ്ചിൽ കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമതൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ ഒന്ന് 2.40. ഓക്കെ, ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. 2.40 ആ റേഞ്ചിൽ സെറ്റ് ചെയ്യുക. 3540 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത ശേഷം എൻഡിലായി സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു ടെക്സ്റ്റ് ട്രാൻസിഷൻ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ്റെ പ്രോസസ്സ് പറയുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഈ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ നിങ്ങളുടെ ലോഗോ ഒക്കെ പ്ലേസ് ചെയ്യുന്ന രീതിക്ക്, അതായത് ലോഗോ വരുമ്പോൾ ആ ഒരു ആനിമേഷൻ ഇതൊക്കെ ആക്കി കൊടുത്തു നോക്കുക. അതായത് വീഡിയോയുടെ എൻഡിങ്ങിലൊക്കെ ഈ ഒരു ആനിമേഷൻ വരുന്ന രീതിക്കൊക്കെ സെറ്റ് ചെയ്യുക, സൗണ്ട് എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസിലേക്ക് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.